ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 വിഷു റിലീസായിട്ട് ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമകളിലൊന്നാണല്ലോ ആടുജീവിതം. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ ടീസർ അണിയറയിൽ ഒരുങ്ങുന്നു. ചിത്രത്തിന്റെ ടീസർ ഈ ഫെബ്രുവരിയിലെ രണ്ടാമത്തെ ആഴ്ച അടുത്തയാഴ്ച വീക്കെൻഡോടെ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട്. ടീസർ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വമ്പൻ സിനിമകളോടൊപ്പം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പ്രവേശനം ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത ദളപതി വിജയുടെ ദളപതി 69 എന്ന സിനിമ ആരോടൊപ്പം എന്നതിന്റെ സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ കാർത്തിക് സുബ്രാജിന്റെ പേര് വന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ എച്ച് വിനോദിന്റെ പേര് കൂടി അതോടൊപ്പം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. കമൽഹാസനോടൊപ്പമുള്ള നേരത്തെ ഉണ്ടായിരുന്ന എച്ച് വിനോദ് സിനിമ ഉപേക്ഷിച്ചതോടെയാണ് വിജയോടൊപ്പം സിനിമ വരാനായിട്ടിരിക്കുന്നു. അതും ഒരു രാഷ്ട്രീയ സിനിമയാണ് എന്നൊരു റൂമർ വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നിലവിൽ ഒഫീഷ്യൽ സ്ഥിരീകരണമില്ല. ഈ വർഷം തന്നെ ദളപതി 69 ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. കാത്തിരിക്കൂ വിജയുടെ ദളപതി 69 ആരോടൊപ്പം എന്ന് ഒഫീഷ്യലായിട്ട് അറിയുവാനായിട്ട്. ടൊവിനോ നായകനായി എത്തുന്ന അനീഷിപ്പിൻ കണ്ടെത്തും അടുത്തയാഴ്ച ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ ഓൺലൈൻ പ്രൊമോഷണൽ ഇന്റർവ്യൂസ് എല്ലാം തന്നെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. വിവിധ ചാനലുകളിലെ ടൊവിനോയുടെ അഭിമുഖങ്ങൾ ലഭ്യമാണ്. സിനിമയുടെ ടീസറും ട്രെയിലറും ഒപ്പം തന്നെ ഗാനങ്ങളെല്ലാം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അനീഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ തിയേറ്റർ റിലീസിനായിട്ട് കാത്തിരിക്കാം. വരുന്നയാഴ്ച ഫെബ്രുവരി 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു തെലുഗു സിനിമയാണ് യാത്ര 2. 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ രാഷ്ട്രീയ സിനിമ കൂടിയായ യാത്രയുടെ രണ്ടാം ഭാഗമായിട്ട് എത്താനായിട്ടിരിക്കുന്ന സിനിമയിൽ മമ്മൂട്ടി, ജീവ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്നു. സിനിമയുടെ ട്രെയിലർ ഇന്ന് ഓൺലൈൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത തെലുഗു രാഷ്ട്രീയ വമ്പൻ സിനിമയായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതകളും യാത്ര 2 എന്ന സിനിമയ്ക്കുണ്ട്. മമ്മൂട്ടി ട്രിപ്പിൾ റോളിലെത്തിയ വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമയാണല്ലോ പാലേരി മാണിക്യം, ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ. ചിത്രം ഇപ്പോഴത്തെ റീ റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഉടൻ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് വിവരം. ഒരു പക്ഷേ മാർച്ച് മാസത്തോടെ റീ റിലീസ് ഉണ്ടായേക്കും. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുന്നേ പുറത്തു വന്ന റിപ്പോർട്ടാണല്ലോ ലാലേട്ടനെ നായകനാക്കി അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നു. അതും ഒരു റോഡ് ട്രാവൽ സിനിമയാണ് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ആ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ ഈ വർഷം തന്നെ ലാലേട്ടനെ നായകനാക്കി അനൂപ് സത്യൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. ലാലേട്ടനോടൊപ്പം ശോഭന, നസീറുദ്ദീൻ ഷാ, മുകേഷ് തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് കഥയുമായിട്ടെത്തുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ആരംഭിക്കേണ്ടിരുന്നതായിരുന്നു. എന്നാൽ സ്ക്രിപ്റ്റിലെ റീവർക്കും അതോടൊപ്പം തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാകാത്തതുമാണ് സിനിമയുടെ ഷൂട്ടിംഗ് വൈകാൻ കാരണം. എന്തായാലും കാത്തിരുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ.